എന്താ സാറേ? ഒന്നുമില്ല. അപ്പാ, ഞാൻ ആ മേശയിൽ വെച്ചിരുന്ന കാശുണ്ടായിരുന്നു. കാശൊക്കെ കടയിലാണോട്ടോ കൊണ്ടുവയ്ക്കുന്നത്? അപ്പാ, എടാ നീ ആ അശോകൻ്റെ പാൻറ്റിൻ്റെ തുണി ഇവിടെല്ലാം തപ്പിയില്ലായിരുന്നു? അപ്പോൾ എവിടെയെങ്കിലും കാശിരിക്കുന്നത് കണ്ടായിരുന്നോ? ദാസേട്ടാ, എൻ്റെ കാശ് എവിടെ? ജയ്സ, എൻ്റെ കാശ് എവിടെയോ? സാർ, മിന്നൽ മുരളി ആക്രമണത്തെക്കുറിച്ചുള്ള എൻ്റെ ഊഹാപോഹങ്ങളാണിതിൽ. ഓ, ഇത് കുറെ ഉണ്ടല്ലോ. 238 പേജുള്ള റിപ്പോർട്ടാണ് സാർ. അത്രയൊക്കെ വേണോ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, ചുരുക്കി പറഞ്ഞാൽ മതി. സാറേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരാൾ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ, ഇത് കഴിയട്ടെ. കണ്ടിന്യൂ. സാറേ, ആ കല്യാണ പന്തലിന്റെ കാശും ചോദിച്ചു സുരേന്ദ്രൻ നോക്കുന്നുണ്ട്. അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കുന്നു. പറഞ്ഞോലെ പറയണം, മാറ്റി പറയരുത്. സാറേ, വെയിറ്റ്. സാർ, അന്ന് നടന്നത് തീവ്രവാദി ആക്രമണമാണ്. ആക്രമണത്തിൽ അടി കിട്ടിയത് സാറിനാണെന്നുണ്ടെങ്കിലും അയാളുടെ ലക്ഷ്യം മറ്റൊരാളായിരുന്നു. യു മീൻ ആക്ടർ സുധീഷ്? നോ സാർ. പ്രിൻസിപ്പൽ മാത്തൻ? നോ സാർ. MLA KC ഗോപാലൻ. എന്റെ കർത്താവേ. സാർ, MLAക്ക് നേരെ ഇനി ഏത് നിമിഷവും തീവ്രവാദി ആക്രമണം ഉണ്ടായേക്കാം. MLAക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകാൻ സാർ. അടുത്ത ആക്രമണം നടത്താനുള്ള കാശിന് വേണ്ടിയായിരിക്കാം അയാൾ ബാങ്ക് കൊള്ളയടിച്ചത്. പിന്നെ പോത്തനെ തല്ലുന്നതിനിടയിൽ അയാൾ മാറാലഹ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് മറ്റൊരു ക്ലൂ ആണ് സാർ. എന്ത് ക്ലൂ? സാർ, ഇറാഖിനടുത്തുള്ളൊരു സ്ഥലമാണ് മാറാലഹ, വിച്ച് മീൻസ്. അപ്പൊ ഈ തീവ്രവാദി വന്നത് ഇറാഖിൽ നിന്നാണോ? യെസ്. ഓ മൈ ഗോഡ്, യു ആർ ബ്രില്യന്റ്. ഐ ആം പ്രൗഡ് ഓഫ് യു. എന്റെ പൊന്ന് സാർ, ഇത് മാറാലഹയൊന്നും അല്ല, മാറളിയ. മാറളിയ. ഇത് തീവ്രവാദി ആക്രമണമൊന്നുമല്ല. ഇതിന്റെയൊക്കെ പുറകിൽ നളിയും ജെയ്സണ. സാർ അവന്റെ പാസ്പോർട്ട് തടഞ്ഞു വെച്ച ദേശത്തില്ല സാറിനെ അവൻ മഞ്ഞിക്കിട്ടെ. ആ ബാങ്ക് മൂട്ടിച്ച് അവൻ തന്നെയാ. താനൊരു മണ്ടനാണെന്ന് വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലേ. ആ വന്നവന്റെ ഓട്ടവും ചാട്ടവും കണ്ടാൽ അറിഞ്ഞൂടെ അവൻ അന്താരാഷ്ട്ര പരിശീലനം കിട്ടിയ കുറ്റവാളിയാണെന്ന്. ഈ ജെയ്സനെ കൊണ്ട് ഇത് വല്ലതും പറ്റുമോ? പിന്നെ നിങ്ങൾ തമ്മിലുള്ള കലിപ്പൊന്നും ഇങ്ങോട്ട് വലിച്ചടയ്ക്കണ്ട. ആ വന്നവൻ എന്നെ തല്ലിയത് കേസ് അന്വേഷണം അട്ടിമറിക്കാനും വഴിതെറ്റിക്കാനും വേണ്ടിയാണ്. അല്ല, 2 ദിവസം മുമ്പ് വരെ മാറാല എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് എങ്ങനെ മാറളിയായത്? സാർ എന്നെ ഒന്ന് വിശ്വസിക്കുമോ? തെളിവുണ്ടോ? തെളിവുണ്ട്. അവൻ ഉടുത്തിരുന്ന മുണ്ട്, ആ മുണ്ടുമായി ഞാൻ ജീപ്പിൽ വന്നോണ്ടിരിക്കുമ്പോഴേ അവൻ എന്നെ തന്റെ അളിയന് 2 മുണ്ടുണ്ടെന്ന് വെച്ച് അവൻ മിന്നൽ മുരളിയാവൂ? അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ 3 മുണ്ടിരിപ്പുണ്ട് എന്ന് വെച്ച് ഞാൻ മിന്നൽ മുരളിയാവൂ? സാറേ, കവലയിൽ തല്ലി നടക്കുന്നു. ആ ജെയ്സനും ദാസനും തമ്മിലാ. ജെയ്സ, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ? നമുക്ക് സംസാരിക്കാം. എന്നെ പൊട്ടനേക്കാന്ന് വിചാരിച്ചോ താൻ? എൻ്റെ ഗതികേട് കൊണ്ടാ. ഉഷയുടെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്താൻ വേറെ വഴിയില്ലായിരുന്നു. അതിന് മോട്ടിക്കണോ? തിരിച്ചു വെക്കണമെന്ന് കരുതി എടുത്തത്. പറ്റിയില്ല മോനെ. മര്യാദയ്ക്ക് വൈകുന്നേരത്തുള്ള എന്റെ കാശ് വെച്ചിട്ടില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ഒന്ന് പോടോ. വെറുതെ ആൾക്കാർ കൊണ്ട് പറയിക്കാനായിട്ട് താനിങ്ങോട്ട് വന്നേ. പൈസ വല്ലതും വേണം, ഞാൻ തരില്ലേ? ഇനി ഈ കോണ കൊടുത്തോണ്ട് ഇവിടെ നടക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് തുണി കൊടുത്തോ. ഞാൻ ഉഷയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. അതിനാ ദാസൻ സമ്മതിക്കോ? ദാസേറിനടിക്കാൻ നീ ആരാടാ? അതിന് മാത്രം നീ വളർന്നിട്ടില്ല ജയ്സ. പിന്നെ എന്റെ കാശ് പൊട്ടിച്ചോണം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? മാലിടണമായിരുന്നാ? എനിക്ക് എന്റെ കാശ് തിരിച്ചോണം. എന്റെ കാശ്, എന്റെ ജീവിതം എല്ലാം എന്റെ ഉണ്ട്. നിനക്ക് നിന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ആത്മാർത്ഥയുണ്ടോ ജയ്സ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഈ നാട്ടുകാർ പോലെ എന്റെ കാര്യം അന്വേഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എന്റെ കൊണ്ട് കുറവുണ്ട്. നാട്ടുകാരുടെ കാര്യം നീ നോക്കണ്ട. ദാസൻ അവരെ പോലല്ലല്ലോ. അവൻ്റെ ദേഹത്ത് നീ കൈവയ്ക്കരുതായിരുന്നു. ചെറുപ്പത്തിലെ നിന്നെ നിലത്ത് വയ്ക്കാതെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നവനാണ്. ഈ ആയുസിൽ കഷ്ടപ്പെടാവുന്നതിൻ്റെ അങ്ങേയറ്റം അവൻ കഷ്ടപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ചോര ആവിയാക്കി അവൻ ജീവിക്കുന്നത്. ജീവിതം ഒന്നേ ഉള്ളൂ. തെറ്റുപറ്റാതെ നോക്കണം. വലിയ ശരികൾ ചെയ്യാൻ പറ്റണം. അവിടെ നീ നോക്കേണ്ടതേ നിന്റെ സ്വാർത്ഥതയല്ല. നിന്റെ അപ്പൻ അങ്ങനായിരുന്നു.
അത് കഴിയണം. പറ്റുമെങ്കിൽ നീ അവനോട് പോയി മാപ്പ് പറ. എന്താ? ഞാൻ എന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? പറയാം. നീ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പാടിലാണ് എനിക്കറിയാം. ഈ കാശ് നീ എടുത്തോ. ആ ജെയ്സന് കൊടുക്കാനുള്ളത് അങ്ങ് കൊടുത്തേക്ക്. എന്താ നിന്റെ ഉദ്ദേശം? ദാസ, പക്ഷേ എനിക്ക് കെട്ടിച്ചു തരുമോ? അത് നടക്കില്ല ഷിബു. ആ ആഗ്രഹം നിന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞേര്. അവളെ കെട്ടാൻ നിനക്ക് എന്താ യോഗ്യത? നിന്റെ ഭ്രാന്ത? അതോ വട്ടളയിച്ചത്ത നിന്റെ തള്ളയുടെ പാരമ്പര്യം? ഓ ഷിബു, ചെല്ല്. ഭ്രാന്ത്? ഭ്രാന്ത്? ദാസേട്ടനല്ലേ? ദാസേട്ടൻ കടയിൽ നിന്ന് ഇതുവരെ എത്തിയില്ല. ശരി, എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ പോകുന്ന വഴി കടയിൽ കയറിക്കോളാം. എന്താടാ? എനിക്ക് നിന്നോട് സംസാരിക്കണം ദാസ. നീ പൊയ്ക്കോ ഷിബു, എനിക്ക് വീട്ടിൽ പോണം. ഇനി നീ എങ്ങും പോകുന്നില്ല ദാസ. നിനക്കുമില്ലായിരുന്നു ദാസ ഒരമ്മ. അവരെ ആരെങ്കിലും ഭ്രാന്തി എന്ന് വിളിച്ചാൽ നിനക്ക് നോവില്ലേ? എനിക്ക് നോവും. എൻ്റെ അമ്മ ചത്തപ്പോൾ ഒരു കുഴി വെട്ടി മൂടിയിട്ട് അപ്പൻ എങ്ങോട്ടോ പോയി. 3-4 ദിവസം ഞാൻ പട്ടിണി കിടന്നു. ഒരുത്തനെ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. വൈദ്യകാരി പാറുണ്ടമോ പട്ടിണി കിടന്ന് ചാവട്ടെ എന്ന് വിചാരിച്ച് കാണും. അന്ന് ഒരു പാത്രം ചോറും കൊണ്ട് എൻ്റെ അടുത്തെത്തിയുള്ള ഔഷ അന്ന് അവള് കാണിച്ചതയാ പിന്നെ ആരും എന്നോട് കാണിച്ചിട്ടില്ല. അന്ന് മുതൽ അവൾ എൻ്റെ മനസ്സിൽ കയറിപ്പോയി. എനിക്കറിയാം അവൾക്ക് എന്നെ ഇഷ്ടമാ, ഒത്തിരി ഇഷ്ടമാ. പക്ഷെ നീ പറയുന്നത് അവൾ കേൾക്കും. എൻ്റെ കാര്യം നീ ഒരിക്കലും സമ്മതിക്കില്ല, എനിക്കറിയാം. ഞാൻ അവളെ സ്നേഹിക്കുന്നത് പോലെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്താ ദാസ മനസ്സിലാവാത്ത? ഉഷയെ കെട്ടാനുള്ള എൻ്റെ യോഗ്യത എന്താണെന്ന് നീ ചോദിച്ചല്ലോ. എനിക്ക് അവളോടുള്ള സ്നേഹം, അതാണ് എൻ്റെ യോഗ്യത. എനിക്കിനി അവളോടൊപ്പം ജീവിച്ചു തുടങ്ങണം ദാസ. നീ ഇനി തിരിച്ചു വരരുത്. എന്നോട് പൊറുക്കണം ദാസ. വേറെ വഴിയില്ലാത്തോണ്ടാ.
നാട്ടുകാരുടെ ഓടി വരണേ, കടയ്ക്ക് തീ പിടിച്ചേ. നാട്ടുകാരുടെ ഓടി വരണേ, കടയ്ക്ക് തീ പിടിച്ചേ. നാട്ടുകാരെ, ഓടി വരണേ, കടയ്ക്ക് തീ പിടിച്ചേ. നാട്ടുകാരെ, ഓടി വരണേ, കടയ്ക്ക് തീ പിടിച്ചേ. അയ്യോ, കടയ്ക്ക് തീ പിടിച്ചേ, കടയ്ക്ക് തീ പിടിച്ചേ. ഓടി പാടാ ആരോട് പറയാനാ ഇതൊക്കെ? എല്ലാരും കൂടെ വേഗം ഒഴിക്ക്, വേഗം ഒഴിക്ക്. വെള്ളം വേഗം കൊണ്ടുപോടാ. എല്ലാരും കൂടി കയറല്ലേ? അയ്യോ. പെട്ടെന്ന് പോ. കട മുഴുവൻ തട്ടിപ്പോയി. ഇനി ഒന്നും ബാക്കിയില്ല. നീ അങ്ങോട്ട് പോണ്ട.